പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. വളരെ ഗംഭീരമായ പ്രകടനങ്ങൾ പലരും കാഴ്ചവെച്ചു. അവരവരുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയണത്. സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും പലതും അവകാശപ്പെടാനുണ്ട് അതിനകത്ത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് നിലമ്പൂർക്കാരായ 3 പേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ PV അൻവർ, അതേപോലെ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അതേപോലെ ശ്രീ സ്വരാജ്. ഇവർ 3 പേരും നിലമ്പൂർക്കാർ തന്നെയാണ്. ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ പൂർണ്ണമായും വിജയിച്ച വ്യക്തി ശ്രീ PV അൻവർ തന്നെയാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ന്യായീകരണം മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു PV അൻവർ പക്ഷക്കാരനായതുകൊണ്ട് ഞാനിങ്ങനെ ന്യായീകരിക്കുകയാണ് എന്ന് തോന്നും. ഇതും നിങ്ങൾക്ക് തന്നെ ഇത് വിശകലനം ചെയ്യാൻ വിട്ടിരിക്കുന്നു. PV അൻവർ തന്നെയാണ് വിജയിച്ചത് എന്ന് പറയാൻ കാരണം, ഇവർ 3 പേരും മത്സരിച്ച 3 പേരും നിലമ്പൂർക്കാർ തന്നെയാണല്ലോ. PV അൻവർ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിച്ച് 19,000 ചില്ലാനും ഏകദേശം ഒരു 20,000-ഓളം വോട്ട് അദ്ദേഹം പിടിക്കുകയും, എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിൽ അടിമപ്പെട്ട് വോട്ട് ചെയ്യേണ്ടി വന്ന ജനങ്ങൾ, അവരാണ് മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും വോട്ട് നൽകിയത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച വ്യക്തിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ, അതിനകത്ത് അദ്ദേഹത്തിനോട് പൂർണ്ണമായും വിയോജിപ്പുള്ള മുസ്ലിം ലീഗിൻ്റെ അണികൾ UDF എന്ന ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം മനസ്സില്ല എങ്കിൽ പോലും വോട്ട് ചെയ്യേണ്ട ഗതികേട് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് യാതൊരുവിധ ഇഷ്ടവും അദ്ദേഹത്തിനോട് തോന്നിയിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അവിടെ പക്ഷെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൽ അടിമപ്പെട്ടുകൊണ്ടാണ് ഈ വോട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്വരാജ് എന്ന വ്യക്തിക്കും, അദ്ദേഹത്തിനും ഇടതുപക്ഷത്തിൻ്റെ അടിമ ചങ്ങലയിൽപ്പെട്ട് കിടക്കുന്ന ആളുകളല്ലാതെ വേറെ ആരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം നാട്ടുകാരനാണ് എന്നുള്ള വിവരം പോലും അടുത്ത കാലത്ത് തന്നെയാണ്, ഈ ഇലക്ഷൻ എന്നപ്പോഴാണ് പലരും അറിയുന്നത് തന്നെ. അപ്പോൾ ഈ കക്ഷി രാഷ്ട്രീയം കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ പാതകങ്ങളാണിത്. PV അൻവറിന് ലഭിച്ച 100% വോട്ടും കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടതല്ല എന്നുള്ള വ്യക്തമല്ലേ? കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെയും പിന്തുണയുടെ അല്ല അവിടെ മത്സരിച്ചിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വോട്ടുകളാണ്. അതേ സമയത്ത് ഇവരാരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ മത്സരിച്ചാൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഇനിയെങ്കിലും നാം നേതാക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൽ അടിമപ്പെടാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരാകുക, എങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജെങ്കിലും ഇനിയുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. നേതാക്കളെ അറിയിക്കണം. അല്ലാതെ സിനിമ പിടിച്ചതുകൊണ്ടോ സാഹിത്യം പറഞ്ഞതുകൊണ്ടോ സാഹിത്യത്തിൽ പ്രസംഗിച്ചതുകൊണ്ടോ ഇവിടെ ഒരുത്തൻ്റെയും വയറ് നിറയുകയില്ല, ഒരുത്തനും അവൻ്റെ വീടിന് കൂരയുണ്ടാകുകയില്ല, ഒരുത്തനും അവന് പെൻഷൻ കിട്ടുകയില്ല. അല്ലെങ്കിൽ അതേപോലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സാംസ്കാരിക പ്രസംഗം നടത്തിയത് കൊണ്ടോ സിനിമ പിടിച്ചതുകൊണ്ടോ ലഭിക്കുകയില്ല എന്നുള്ള സത്യമെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ അറിയേണ്ടതുണ്ട്. അവിടെയാണ് ശ്രീ PV അൻവറിൻ്റെ പ്രസക്തി. അദ്ദേഹം തൊടുത്തുവിട്ടിട്ടുള്ള
വിഷയങ്ങളെല്ലാം ഇന്നും അതേപടി നിലനിൽക്കുന്നു. ഒരു കാര്യത്തിന് പോലും ഈ സർക്കാരിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.